റമദാൻ ശീലങ്ങളിലാണ് ഇടപെടേണ്ടത്. നമ്മുടെ ദുശ്ശീലങ്ങളിലാണ് റമദാൻ ഇടപെടേണ്ടത്. ഇപ്പൊ ഏതൊരു വിത്ത് വളരണം എന്നുണ്ടെങ്കിലും അതിനൊരു സീസൺ ഉണ്ട് അല്ലേ? ഗോതമ്പിനൊരു സീസണുണ്ട്, നെല്ലിനൊരു സീസണുണ്ട്, വേറെ ഒന്നിനൊരു സീസണുണ്ട്, ഓരോന്നിനൊരു സീസണുണ്ട്. ആ കാലത്ത് അത് നട്ടു വളർത്തിയാൽ അത് നന്നായിട്ട് വളരും. അങ്ങനെയാണെങ്കിൽ പടച്ചോനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആ ഭക്തിയുടെ വിത്ത് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ് റമദാൻ. നല്ല ശ്രദ്ധയും നല്ല ആസൂത്രണവും ഉണ്ടെങ്കിൽ ആ വിത്ത് 100 മേനി വിളയുക തന്നെ ചെയ്യും. ഏതൊരു വിത്ത് കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ സാധാരണ കർഷകർ ചെയ്യാറുള്ളത് ആ വിത്ത് വളരാൻ തടസ്സമാകുന്ന കളകളെയും കീടങ്ങളെയും ഒക്കെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കും. ആ കളകളും കീടങ്ങളും അവിടെ ഉണ്ടാകുമ്പോൾ ഈ വിത്ത് അവിടെ വളരില്ല. അങ്ങനെയാണെങ്കിൽ പടച്ചോനെ കുറിച്ചുള്ള ഭക്തി നമ്മുടെ ഉള്ളിൽ വളരണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള കുറേ സംഗതി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭക്തി വളരണമെന്നുണ്ടെങ്കിൽ നിലവിൽ എൻ്റെ ജീവിതത്തിലുള്ള കുറേ സംഗതി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദുശ്ശീലങ്ങൾ. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ദുശ്ശീലമുള്ളവരാണ് എന്ന നിലക്കല്ല പറയുന്നത്. ദുശ്ശീലമില്ലാത്ത ആളുകളുണ്ട്, അവർ വിശുദ്ധരാണ്. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്, തെറ്റായ ശീലങ്ങളുണ്ട്. ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമുക്കറിയില്ല. അതാണ് എൻ്റെ പ്രശ്നം. നമുക്ക് നമ്മുടെ ഗുണങ്ങളാണ് അറിയുക. നിസ്കരിക്കുന്നില്ല, സുജൂദിനിടയിൽ ഇരുന്നിട്ട് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഗഫുർലി അല്ലാഹുമ്മ ഗഫുർലി, പിന്നെന്താണ് ഗഫുർലി, അതല്ല വർഹംനി, വജ്ബുർനി, പിന്നെ വർഫഅനി, പിന്നെ വർസുഖ്നി. ഓക്കെ. ഇതിൽ വജ്ബുർനി എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, എന്താണത്? വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. വജ്ബുർനി എന്ന് പറഞ്ഞാൽ പടച്ചോനെ എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണേന്നാ അല്ല സർ? എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പോരായ്മ നമുക്കറിയില്ല, നമ്മുടെ കൂടെ ഉള്ളവർക്ക് കുറച്ചറിയും. നമ്മളായിട്ട് ഇടപെടുന്നവർക്ക് കുറച്ചും കൂടി അറിയും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി അറിയും. നമ്മുടെ കൂടെ ഒരു യാത്ര പോകുന്നവർക്ക് കുറച്ചുകൂടി അറിയും. നമ്മളായിട്ടൊരു ഇടപെടെടുത്തവർക്ക് കുറച്ചുകൂടി അറിയും. പക്ഷെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളോട് നമ്മൾ പറയുന്നു, എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണമേ. ആ പോരായ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദുശ്ശീലങ്ങൾ. നോക്കൂ, വലിയ വലിയ വീടുകളൊക്കെ നശിപ്പിക്കാറുള്ളത് വലിയ വലിയ ആനകൾ വന്നിട്ടല്ലല്ലോ, ചെറിയ ചെറിയ ചെതലുകൾ വന്നിട്ടായിരിക്കും. വലിയ വലിയ തോട്ടങ്ങൾ നശിപ്പിക്കാറുള്ളത് വലിയ വലിയ ദിനോസർ വന്നിട്ടല്ല, ചെറിയ ചെറിയ നരികൾ വന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്നത് വലിയ വലിയ പാപങ്ങളാവൂല, ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുതെ ഒരു രസത്തിന് തുടങ്ങുകയും പിന്നീട് ആവർത്തിക്കുകയും ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും ഒരുപക്ഷെ എന്നെ നശിപ്പിക്കുന്നത്. വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യൂലല്ലോ. വലിയ പാപങ്ങൾ ചെയ്താൽ നമ്മൾ വിശ്വാസികളാവൂല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെറിയ പാപങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യാ ആയിഷ ഇയ്യാക വമുഹ്ഖിറാത്തിദ് ദുനൂബ് ഫഇന്ന ലഹാ മിനല്ലാഹി ത്വാലിബ. ആയിഷ, ചെറിയ ചെറിയ പാപങ്ങളെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചോദിക്കും. വലിയ വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന പിശാചിന് യാതൊരു പ്രതീക്ഷയില്ല, റസൂൽ പറയാം. പക്ഷേ ഒരു പിശാച് നമ്മളെ വിട്ടുപോകുമോ? ഇല്ല. വലിയ വലിയ പാപങ്ങളല്ലാത്തതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നെഞ്ചിൽ തന്നെ കൈകെട്ടണമെന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് നമ്മൾ. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചിലാണ് കൈകെട്ടിയിട്ടുള്ളത്. പക്ഷെ എങ്ങനെയുള്ള നെഞ്ചിലാണ് കൈകെട്ടേണ്ടത് എന്നുകൂടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പകയും വിദ്വേഷവും വൈരവും സംഘടനാ വൈരങ്ങളും വെറുപ്പും മറപ്പും വിദ്വേഷവും എല്ലാം കുത്തി നിറച്ച ഒരു നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുപോയി കൈകെട്ടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പം നെഞ്ചിൽ തന്നെ കൈകെട്ടുന്ന അയാളുടെ പോക്കറ്റിൽ ഹറാമായ സമ്പാദ്യം ഉണ്ടെങ്കിൽ ആ നെഞ്ചിൽ തന്നെ കൈകെട്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ആ കീശയിൽ ലോട്ടറിയുടെ ടിക്കറ്റ് ഉണ്ട് എങ്കിൽ, ആ കീശയിൽ ഹറാമിന്റെ സമ്പാദ്യം ഉണ്ട് എങ്കിൽ, ആ കീശയിൽ സ്ത്രീധനത്തിന്റെ പണം ബാക്കിയുണ്ട് എങ്കിൽ എങ്ങനെയാണ് നെഞ്ചിൽ തന്നെ കൈകെട്ടി എന്നുള്ളതുകൊണ്ട് അയാളുടെ പ്രാർത്ഥന കേൾക്കുന്നത്? അപ്പൊ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നത് അള്ളാഹു ഇലാഹാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യണതാ. പക്ഷെ അള്ളാഹു ഇലാഹു മാത്രമല്ല, അള്ളാഹു ബസീറാണ്, അള്ളാഹു ഖബീറാണ്, അള്ളാഹു ലബിൽ മിർസാദ് ആണ്, അള്ളാഹു ഖബീറും ബിമാ തഅമലൂൻ ആണ്. ഇലാഹു മാത്രമല്ല. ഇലാഹു മാത്രമാകുമ്പോൾ അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതേ ആളുടെ
പോക്കറ്റിൽ ഹറാമായ സമ്പാദ്യം കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു ബസീറാണ് എന്നത് അയാൾക്ക് വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നാണ്. അയാൾ സൂറത്തുൽ ഹജ്ജിലെ 74-ാമത്തെ വചനം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവരുടെ ജീവിതത്തിൽ എനിക്കൊരു വിലയില്ലടോ. എത്രയെത്ര രോഗങ്ങൾ അവന്റെ ചുറ്റുപാടുമുണ്ടായിട്ടും ഒരു രോഗം പോലും അവന് നാം വരുത്തിയില്ല. എത്രയെത്ര അപകടങ്ങൾ അവന്റെ ചുറ്റുഭാഗത്തുണ്ടായിട്ട് ഒരു അപകടം പോലും വരുത്താതെ അവനെ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചിട്ട് അവൻ ചോദിക്കാത്തത് തന്നെ വാരിക്കോരി അവന് കൊടുത്തിട്ട്, അവൻ ചോദിച്ചത് തന്നെ എമ്പാടും അവന് കൊടുത്തിട്ട്, അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കുട്ടിയെക്കുറിച്ച് ആ വാപ്പ പറയുന്ന മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ പടച്ചവൻ നമ്മളെക്കുറിച്ചാണ് പറയണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് നമ്മൾ പടച്ചവന് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ പടച്ചവന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രയോറിറ്റി? എന്താണ് പ്രയോറിറ്റിയാണത്? അത് മറ്റെന്തിനേക്കാളും മുകളിലാവുക എന്നുള്ളതാ. നമ്മൾക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പടച്ചവൻ തന്നതാണ്. നമുക്ക് ആർക്കും ഒരു സംശയമില്ല, പടച്ചവൻ തന്നതാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നതിന് ശേഷം പടച്ചവനൊരു കാര്യം പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം, ഒരു വിശ്വാസിയുടെ ഉള്ളിന് വീണ്ടും 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 അസ്വസ്ഥമാക്കേണ്ട ഒരു വചനമാണത്. നമ്മുടെ മനസ്സിനെ വീണ്ടും 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 താക്കീത് ചെയ്യുന്ന വചനമാണത്. ഒരമ്പ് പോലെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറേണ്ട വചനമാണത്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഇണ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇങ്ങനെ 8 കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പടച്ചവനേക്കാളോ അവന്റെ റസൂലിനേക്കാളോ അവന്റെ മാർഗത്തിലുള്ള അധ്വാനത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയം പടച്ചവൻ തന്ന ഈ കാര്യങ്ങളൊക്കെയാണോ എന്ന്? അഥവാ പടച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പടച്ചവനെ മറക്കാൻ കാരണമായത് എന്ന്? അതാണ് ആ ചോദ്യം. പടച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പടച്ചവനെ തന്നെ മറന്നുപോകാൻ, ആ പടച്ചവന് കൊടുക്കേണ്ടത് നീട്ടിവെക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ആ ചോദ്യം. തീർച്ചയായിരിക്കും ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. ഒന്നുകിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബം, ഇങ്ങനെ നമ്മൾ പറയുന്ന കുറെ എണ്ണിപ്പറയുന്ന കുറെ കാര്യങ്ങൾ അടിസ്ഥാനപരവും അത്യാവശ്യപരവുമായ കാര്യങ്ങളെക്കുറിച്ചല്ല, അലസമായി നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ച്. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരാളൊരു സാധനം വാങ്ങിയിട്ട് പിന്നെ തരാന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ. നാളെ തരാന്ന് പറയുന്നത് അത്ര ഇഷ്ടമല്ല. കുറച്ച് കണ്ട് തരാന്ന് പറയുന്ന പോലും ഇഷ്ടമല്ല. അത് അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഇഷ്ടം. എന്നാൽ പടച്ചവന് കൊടുക്കേണ്ട പലത് നമ്മൾ നീട്ടിവെക്കുന്നു. ഇത് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയണല്ല, എന്നെക്കുറിച്ച് പറയണ. നമ്മുടെ ജീവിതത്തിൽ തുടങ്ങേണ്ട ഒരു നല്ല ശീലം നമ്മൾ പിന്നെയും പിന്നെയും നീട്ടിവെക്കുന്നു. പിന്നെ ആവാമെന്ന് പറയുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ നീട്ടിവെക്കുന്നു. നമ്മൾക്ക് കിട്ടേണ്ട ഒരു കാര്യമോ നമ്മൾ അപ്പോൾ പിടിച്ചു വാങ്ങുന്നു. ഇറാഖിലെ ബഗ്ദാദിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്നും വൈകുന്നേരം വെറുതെ ബഗ്ദാദ് പട്ടണത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ ക്ലബ്ബുണ്ട്, അവിടെ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഒരു ദിവസം ഒരു വയസ്സായ ആൾ ആ കുട്ടിയോട് പറഞ്ഞു, എന്തിനാ മോനെ ഇവിടെ വന്നിരിക്കുന്നത്? ആ മസ്ജിദുൽ കബീറിൽ നല്ല പ്രസംഗങ്ങളുണ്ടാവും, പോയി കേട്ടൂടെ എന്ന് വെച്ചു. കുട്ടി അതനുസരിച്ചില്ല, അവിടെ തന്നെ ഇരുന്നു. പിറ്റേ ദിവസം ഇയാൾ ഈ കുട്ടി ഇരിക്കുന്നത് കണ്ട് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, കുട്ടി അനുസരിച്ചില്ല. പിറ്റേ ദിവസം ഇയാൾ പിടിച്ചോണ്ട് പോയി കുട്ടിനെ. പിടിച്ചോണ്ട് പോയിട്ട് ആ പ്രസംഗം കേൾപ്പിച്ചു. ആ പ്രസംഗത്തിൽ ഏതൊക്കെയോ വാക്കുകൾ ആ കുട്ടിയുടെ മനസ്സിൽ തറച്ചു. അവൻ പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി. പിറ്റേ ദിവസവും വന്നു. അവൻ ആ ക്ലാസ്സിലെ സ്ഥിരം ശ്രോതാവായി എന്ന് മാത്രമല്ല, അവന് ആ പണ്ഡിതനോട് കൂടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അവനൊരു പണ്ഡിതനായി എന്ന് മാത്രമല്ല, ഇന്നും ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും മഹാന്മാരായ 10 പണ്ഡിതന്മാരുടെ പേര് പറയുമ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ പേര് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 400-ലധികം മഹാഗ്രന്ഥങ്ങളുടെ ഉടമയാണത്. ആരായിരുന്നത്? അങ്ങാടി പോയി വെറുതെ ഇരിക്കുക എന്നുള്ള ദുശീലം മാറ്റിയിട്ട് പള്ളിയിൽ പോയി ക്ലാസ് കേൾക്കുക എന്നുള്ള നല്ല ശീലം തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായിട്ട് തിരിച്ചു പോരുകയാണ്. ആ സമയത്ത് ഒരു മലയുടെ താഴ്വരയിൽ അവർ വിശ്രമിക്കാനിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈ താഴ്വരയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലോ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണം, ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം. അതൊരു എല്ലിൻ്റെ കഷ്ണമാണെങ്കിലും പല്ലിൻ്റെ കഷ്ണമാണെങ്കിലും ഒരു വിറകിൻ്റെ കഷ്ണമാണെങ്കിലും എന്ന് വരെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അവരനുസരിച്ചു. അവർ 4 പാടും പോയി. ചില ആളുകൾക്ക് കിട്ടിയത് ഒരു വിറകിൻ്റെ കഷ്ണം തന്നെയാണ്,
ചില ആളുകൾക്ക് കിട്ടിയത് എല്ലിൻ്റെ കഷ്ണമാണ്. പക്ഷേ എല്ലിൻ്റെ കഷ്ണമല്ലേ, ഒരു പല്ലിൻ്റെ കഷ്ണമല്ലേ എന്ന് ഒഴിവാക്കാതെ അവരത് എടുത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ, ഓരോരുത്തർ ഓരോന്നായി കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതൊരു ചെറിയ കൂമ്പാരമായിട്ട് ഇങ്ങനെ മാറി. അപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആ അധ്യാപകന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ നമ്മെ നശിപ്പിക്കുക കേട്ടോ എന്ന്. നിസാരമല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്നതായിരിക്കും, പക്ഷെ അത് കൂട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാടുണ്ടാവും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. ശരി, നമ്മൾ പറഞ്ഞത് അമലു സാലിഹാത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ പെരുകേണ്ടത്. ആ അമലു സാലിഹാത്തുകളുടെ മേഖല വളരെ വിപുലമായ മേഖലയുമാണ്. വെറുതെ ഇരിക്കുമ്പോൾ പോലും അമലു സാലിഹാത്തുകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുമുണ്ട്. ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ശ്രദ്ധ. ആ ശ്രദ്ധയുടെ പേരാണ് തഖ്വ എന്ന് പറയുന്നത്. ഇമാം ഗസാലി റഹിമഹുല്ലയുടെ മനോഹരമായൊരു പുസ്തകമുണ്ട്, യഹ്യാ ഉലൂമിദ്ദീൻ. 950 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകമാണ്. പക്ഷേ ഇന്നും ഇസ്ലാമിക ലോകം മുഴുവനും വായിക്കുന്ന അത്രയധികം ജനപ്രീതിയുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നു. ഓരോ ചെറിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്തിട്ട് അദ്ദേഹം നമ്മളെ ഗൗരവമുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകും. അതിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ മരിച്ചുപോയ ആളുകൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരണം എന്നാണ്. ശരി, അങ്ങനെ ഒരു ദിവസം കൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ അള്ളാഹു ഒരാൾക്ക് അവസരം കൊടുത്തു എന്ന് വിചാരിക്കാം. അയാൾ എന്താണ് ആ ഒരു ദിവസം കൊണ്ട് ചെയ്യാന്ന്? അയാൾ എന്താ ചെയ്യുക? അയാളുടെ സ്വത്തിൻ്റെ അടുത്തേക്ക് ഓടുമോ? അയാളുടെ ബിസിനസ്സിൻ്റെ അടുത്തേക്ക് ഓടുമോ? അയാളുടെ തോട്ടങ്ങളിലേക്ക് ഓടുമോ? അയാൾ എന്താണ് ചെയ്യുക? ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു, അയാൾ അമലു സാലിഹാത്തുകൾ ചെയ്യും. കിട്ടിയത് 24 മണിക്കൂർ ആണ് എങ്കിൽ ആ 24 മണിക്കൂർ കൊണ്ട് അയാൾ അമലു സാലിഹാത്തുകൾ ചെയ്യും. കാരണം അയാൾക്ക് മനസ്സിലായി, മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ. അമലു സാലിഹാത്തുകളാണ് കാര്യം. അപ്പൊ ദൈവവിശ്വാസം, പടച്ചവനെ കുറിച്ചുള്ള ഈമാൻ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആ സ്വാധീനം അമലുകളായി നമ്മുടെ ജീവിതത്തിൽ പുഷ്പിക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈമാൻ നമ്മൾക്ക് നൽകുന്ന മനസ്സമാധാനം. ഞാനത് വിശദീകരിക്കുക. ഞാൻ 1-2 സംഭവങ്ങൾ മാത്രം പറയാം. നമ്മൾ കേൾക്കുകയും നമ്മുടെയൊക്കെ ഇടയിൽ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. എന്താണ് നമ്മളെപ്പോലെയുള്ള പച്ച മനുഷ്യർക്ക് എങ്ങനെയാണ് അവരുടെ ഈമാൻ ഏറ്റവും നല്ലൊരു അനുഭവമായി മാറുന്നത്? കുവൈറ്റിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. കുറച്ച് കാലം പിന്നിട്ടിട്ടാണ് ഗർഭിണിയാവുന്നത്. അവരുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അത്. അങ്ങനെ ഓരോ മാസവും സ്കാൻ എടുക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർ വളരെ ആശ്വാസം പറഞ്ഞു, യാതൊരു പ്രശ്നമില്ല, നോർമലാണ് എന്ന് ഡോക്ടർ പറയുന്നു. അവർ സന്തോഷിക്കുന്നു. എന്നാൽ 9ാമത്തെ മാസം, അവസാനത്തെ മാസത്തെ സ്കാൻ എടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമാണ് എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, കുട്ടിയുടെ കിടത്തം കുറച്ച് കുഴപ്പത്തിലാണ്, കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കുട്ടി ഒന്ന് തിരിഞ്ഞു വരണമല്ലോ, അപ്പോഴാണല്ലോ സുഖപ്രസവം ഉണ്ടാവുന്നത്. ഇത് കേട്ടപ്പോൾ ഇവരൊക്കെ ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അവരുടെ ജീവിതത്തിൽ അവരെ അനുഭവിക്കുന്ന ഒരു വലിയ സങ്കടമാണത്. കാരണം തീർച്ചയായിട്ടും ഓപ്പറേഷൻ വേണ്ടി വരും. അത് പിന്നെ ആ ഉമ്മയ്ക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് പല അനുഭവങ്ങളും നമ്മൾക്കുണ്ട്. പലതരത്തിലുള്ള ചെറുതോ വലുതായ പ്രയാസങ്ങൾ ഉണ്ടായിന്ന് വരാം. തീർച്ചയായിട്ടും നമുക്കാർക്കും അത് ഇഷ്ടമില്ല. കുട്ടിക്ക് അത് നല്ലതാണെങ്കിൽ ഉമ്മാക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടായിന്ന് വരാം. അപ്പം ഇവരും അത് ഇഷ്ടപ്പെട്ടില്ല. ഇവർ വല്ലാത്ത അസ്വസ്ഥതയും സങ്കടമായി അവരുടെ കുടുംബത്തിൽ. ഭക്ഷണം പോലും ഉണ്ടാക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, സങ്കടം കൊണ്ട്. അങ്ങനെ ഡോക്ടർ സിസേറിയന് ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിന് പോകാനിരിക്കുകയാണ്. പുറത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴും ആ വീട്ടിലെ ഓരോ ആളുകളും പറയുന്നത്, നമ്മൾ ഇത്ര നിസ്കരിച്ചിട്ടും ഇത്ര നോമ്പ് നോറ്റിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തിനാണ് പടച്ചോൻ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത്? നമ്മൾ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, പടച്ചോനോട് വളരെ അടുപ്പുള്ള ആളുകൾ, എന്നിട്ട് പടച്ചോൻ എന്താണ് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോനെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോനാണ് എനിക്ക് വിശ്വാസമുള്ളത്.
ആ പടച്ചോൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്തണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് പോയിട്ട് കരഞ്ഞ് കണ്ണീരണിഞ്ഞ് അള്ളാഹുവിനോട് അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ഡോക്ടർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിലാണ് കുട്ടി തിരിഞ്ഞു വന്നത്. സുഖപ്രസവമായി എന്ന് മാത്രമല്ല, കുവൈറ്റിൽ ഇന്നും 2 വയസ്സുകാരനായ ആ പിഞ്ചോമന ജീവിക്കുന്നുണ്ട്. എന്താണിത്? നേരത്തെ ലിയോ പോൾ ഡുവൈസ് മരുഭൂമിയുടെ വിജനതയിലിരുന്ന് ഓർത്ത ആ നെറുകയുടെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഓർത്തൊരു വചനമുണ്ടല്ലോ, ആ വചനമാണിത്. വലനബലുവ അഖ്ബാറക്കും. ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തിന്റെ പേരിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് പടച്ചോ നോക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തലശ്ശേരിക്കടുത്ത് പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഫരീദ എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ ഫരീദ എന്ന പേരിൻ്റെ നേരെ ഒരു സമം ചേർത്താൽ അപ്പുറത്ത് എഴുതാൻ പറ്റിയൊരു പേരുണ്ട്, സ്നേഹം എന്നാണത്. ഫരീദ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചത് 18 ദിവസം മാത്രം. 18 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഭർത്താവ് ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോന്നു, ഇങ്ങോട്ട് തിരിച്ചുപോയി. ഇവിടെ പെയിൻ്ററായിരുന്നു. പെയിൻറ് ജോലിൻ്റെ ഇടയിൽ വളരെ ഉയർത്തി നിന്ന് വീണിട്ട് നട്ടെല്ല് പൊട്ടിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നട്ടെല്ല് പൊട്ടിയ ആളുകളെ നമ്മൾ കണ്ടിരിക്കുമല്ലോ, ഒന്നിനും കഴിയൂല. കഴുത്തിന് കീഴ്പോട്ട് യാതൊരു സ്വാധീനവുമില്ലാതെ ഒന്നനങ്ങാൻ പോലും കഴിയാതെ വാട്ടർ ബെഡിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ആ ഭർത്താവ് തിരിച്ചു വന്നത്. ആ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ നിന്നത് എത്ര കാലമാണെന്നറിയോ? 21 വർഷം. 21 വർഷം. 21ാമത്തെ വർഷം ആ ഭർത്താവിന് ക്യാൻസർ പിടിപെട്ടിട്ട് ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഇവരൊക്കെ അത് കാത്തിരിക്കുന്ന വാർത്തയാണ്, ആർക്കൊരു ഞെട്ടലുമില്ല. പക്ഷെ ആ ഫരീദ എന്താ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾ? ആ ആശുപത്രിയിലെ പ്രയർ ഹാളിലേക്ക് ഓടിച്ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എൻ്റെ പ്രിയങ്കരനായ ഭർത്താവിന് നീ ദീർഘായുസ് കൊടുക്കണമെന്ന്. ദീർഘായുസ് കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ശാരീരികമായോ സാമ്പത്തികമായോ സുഖങ്ങളില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല വാക്ക് പോലും കേൾക്കൂല, കരച്ചിലും പിടിച്ചിലും മാത്രമാ. വാട്ടർ ബെഡിൽ കിടക്കുന്ന ആ ഭർത്താവിൻ്റെ കൂടെ ഒന്ന് വെറുതെ കിടക്കാൻ പോലും ആ ഭാര്യയ്ക്ക് കഴിയൂല. എന്നിട്ടും ആ ഭാര്യ പറയണു, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം. എന്തിന്? ഈ ഇഹലോകത്തെ ഏതെങ്കിലും ഒരു കൗതുകമല്ല, ഭൗതികമായ ഒരു കൗതുകവുമല്ല ആ പെൺകുട്ടിയുടെ മനസ്സിനെ സ്വാധീനിച്ചത്, അതിനപ്പുറത്തുള്ളൊരു ലോകമാണ് ഈ വിശ്വാസം. കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ക്യാൻസർ രോഗികളുടെ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ VP ഗംഗാധരൻ എന്നാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ജീവിതമെന്ന അത്ഭുതം. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന പലതരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകം വാങ്ങി വായിക്കണം. കാരണം ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും നമ്മൾക്ക് സ്നേഹം തോന്നും. ആരെയും നമ്മൾ വെറുക്കൂല. ആരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയൂല. മനുഷ്യൻ്റെ വില എന്താണെന്ന് പറഞ്ഞു തരുന്നൊരു പുസ്തകമാണത്. അതിൽ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അതിലൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നു, ക്യാൻസർ രോഗിയാണ്, വളരെ മാരകമായ ക്യാൻസർ. അതിൻ്റെ സ്കാൻ റിപ്പോർട്ടുകളെല്ലാം നോക്കിയതിന് ശേഷം ഡോക്ടർ കുടുംബത്തോട് പറഞ്ഞു, വളരെ പ്രയാസമുണ്ട്, വളരെ ഗുരുതരമായിട്ട് തന്നെ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആകുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാം. എനിക്കൊരു വലിയ പ്രതീക്ഷ ഒന്നും തരാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ ഞാൻ ചികിത്സിച്ച് നോക്കാം, പക്ഷെ വലിയ സാമ്പത്തിക ചെലവുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് ഡോക്ടർ പറയണത്. ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, ഇവർ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. പിന്നെ വരാനുള്ള പോക്കല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ നിർത്തി പോവാണ്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ വരുന്നത് ഗൾഫിൽ നിന്നാണ്, നേരിട്ട് ഡോക്ടറുടെ അടുത്തേക്കാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് വന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയ ഉടനെ ഈ വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. മാരകമായ അസുഖമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ എല്ലാവരും എന്നോട് പറയണത്. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇതാണ്, ഒഴിവാക്കണം എന്ന്. ഒഴിവാക്കിയാൽ എൻ്റെ കുടുംബമോ അവളുടെ കുടുംബമോ എന്നെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്.
കാരണം അവൾക്കൊരു ജീവിതമല്ല, അവനെങ്കിലും ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ വെറും ആ ഏതാനും ദിവസങ്ങളുടെ ആത്മബന്ധം വെച്ചിട്ട് എനിക്ക് അവളെ ചികിത്സിക്കാം. ഏത് വേണമെന്ന് ഞാൻ കുറേ ചിന്തിച്ചു. ഞാൻ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി, ഞാൻ അവളെ ചികിത്സിക്കും. ആ മരുഭൂമിയിൽ രാവും പകലും കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ അവളെ ചികിത്സിക്കും. കടം വാങ്ങിയിട്ടാണെങ്കിലും ചികിത്സിക്കും. ആ ചികിത്സക്കടയിൽ അവൾ മരിച്ചു പോകുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവളെ മരിപ്പിക്കും. അതല്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിലേറെ സന്തോഷത്തോടു കൂടി അവളെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി. പൈസ അയക്കുന്നത് ഡോക്ടറുടെ അക്കൗണ്ടിലേക്കാണ്. ഡോക്ടർ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി റിക്കവറായി എന്ന് മാത്രമല്ല, BA കഴിഞ്ഞു, MA കഴിഞ്ഞു, B.Ed കഴിഞ്ഞു. ഇന്ന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു സ്കൂൾ അധ്യാപികയാണെന്ന് മാത്രമല്ല, 2 പിഞ്ചോമനകളുടെ ഉമ്മയുമാണ്. മാഷാ അല്ലാഹ്. ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യയും ഭാര്യയെ സ്നേഹിച്ച ഭർത്താവും. ഉപാധികളില്ലാത്ത സ്നേഹമാണിത്. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഇഷ്ടമാണിത്. എത്ര തന്നെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും കൂടെ ഉണ്ടാകുമെന്ന കൈപ്പിടുത്തമാണിത്. കൂടെ ഉണ്ടാകുന്നുള്ള ഒരു ഊക്കും ഊർജവുമാണത്. ഇതെങ്ങനെയാണ് കൈവരുന്നത്? ഇത് കൈവരാൻ വേറൊരു മാർഗമല്ല, ഈമാൻ മാത്രമേ ഉള്ളൂ.